بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നാഥൻ. അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗങ്ങളാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിനരാത്രങ്ങളെക്കാൾ എത്രയോ പവിത്രതയുള്ള, വിശ്വാസികൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ സമയങ്ങൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുന്നത്ര പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിഷയം രോഗവും രോഗസന്ദർശനവും, രോഗി പ്രാർത്ഥിക്കേണ്ടതും സന്ദർശകർ പ്രാർത്ഥിക്കേണ്ടതുമായ ഹദീസുകളിൽ വന്ന ചില ഭാഗങ്ങളാണ്. ഈ റമളാനിൽ നിങ്ങൾക്കറിയാം, മറ്റ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും കാണാതെ പഠിച്ചിരിക്കേണ്ടതുമായ ചില പ്രത്യേക വിഷയങ്ങൾ തിരഞ്ഞെടുത്താണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നത്. ചില പ്രാർത്ഥനകൾ കേൾപ്പിക്കും. നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രാർത്ഥനകളാണത്. രോഗസന്ദർശനവും അതിൻ്റെ മര്യാദകളും അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് ബാധ്യതകൾ വിശ്വാസികൾ തമ്മിലുണ്ട്. ആ ബാധ്യതകളെപ്പറ്റി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ 5 ബാധ്യതയുണ്ട്. വേറൊരു റിപ്പോർട്ടിൽ അത് 6 എന്ന് കാണാവുന്നതാണ്. സലാം മടക്കണം. പിന്നീട് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, വഇയാദത്തുൽ മരീദ്. രോഗസന്ദർശനം ഒരു നിർബന്ധ ബാധ്യതയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ്. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അയാളെ കാണാൻ പോകുക എന്നുള്ളത്. വത്തിബാഉൽ ജനായിസ്. ജനാസയെ അനുഗമിക്കൽ. 6 ക്ലാസോളം ഈ സെൻറ്ററിൽ വെച്ച് നാം നടത്തി. ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഖബറടക്കം നടക്കുന്നത് വരെ, ഇദ്ദ ഇരിക്കുന്നത് വരെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വിശദമായി നാം പ്രതിപാദിച്ചതാണ്. ഞാൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നില്ല. ജനാസയെ പിന്തുടരലും ഇജാബത്തു ദഅവ, ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് ഉത്തരം നൽകലും, തഷ്മീത്തുൽ ആതിസ്, അതുപോലെ തന്നെ തുമ്മിയവൻ അൽഹംദുലില്ലാ പറയുമ്പോൾ യർഹമുക്കല്ല പറയലും ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതയാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബാധ്യതയാണ്. ഇതിൽ രോഗികളായാൽ ആ രോഗികളെ സന്ദർശിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ
സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിദുൽ മരീദ് ഫീ മഖ്റഫത്തിൽ ജന്ന. രോഗിയെ കാണാൻ പോകുക എന്നുള്ളത് ചെറിയ നിസ്സാരമായ ഒരു വിഷയമല്ല. നമ്മുടെ സഹോദരൻ, സഹോദരി, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ അല്ലാത്തവരോ, പണക്കാരനോ പാവപ്പെട്ടവരോ ആരോ ആകട്ടെ, ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ കൂടെ നടന്നു പോകുക. ആ പദവി അതിനെത്രത്തോളം പ്രാധാന്യമുണ്ട്, ആ മഹത്വമാണ് ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഒരാൾക്ക് കിട്ടുന്നത്. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം. ഈ രോഗി ഒരു മുസ്ലിം കൂടിയാണെങ്കിലോ ഏത് രോഗിയെയും സന്ദർശിക്കാം. അവിടെ മതമില്ല, ജാതിയില്ല, അയൽപക്കമില്ല, ആരുമില്ല. ഏത് രോഗിയെയും നാം കാണേണ്ടതുണ്ട്, സന്ദർശിക്കേണ്ടതുണ്ട്, ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ എവിടെയും വിശ്വാസിക്കൊരു പ്രത്യേകതയുണ്ട്. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാ. അതുകൊണ്ട് തന്നെ സാധാരണ വ്യക്തികളെക്കാൾ ഒരു വിശ്വാസിക്ക് പവിത്രത ഒന്നുകൂടി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരൻ മുസ്ലിമായ മറ്റൊരു സഹോദരനെ രോഗിയായിട്ട് കാണാൻ പോവുകയാണെങ്കിൽ ലം യസൽ ഫീ മഖ്റഫത്തിൽ ജന്ന, അവൻ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ആ നിലക്ക് സഞ്ചരിക്കുന്നവൻ തന്നെയായിരിക്കും. ഹത്താ യർജിഅ, മടങ്ങുന്നത് വരെ. എന്താണ് റസൂലേ ഈ സ്വർഗത്തിലെ മഖ്റഫ എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞു, അത് സ്വർഗപ്പൂന്തോപ്പാണ്. അതിലെ പഴങ്ങളും പഴവർഗ്ഗങ്ങളും ആ നിലക്കുള്ള എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള സ്വർഗീയ തോപ്പിൽ കൂടെ നടക്കുന്നതിന് തുല്യമാണ് ഒരു രോഗിയെ കാണാൻ പോവുക എന്നുള്ളത്. ഇത് നമ്മളൊക്കെ ഒരുപാട് രോഗികളെ കാണാൻ പോകാറുണ്ട്, ഒരുപാട് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഉദ്ദേശം മാറുകയാണ്, നിയ്യത്ത് മാറിപ്പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് രോഗിയെ കാണുന്നത്? അവനെൻ്റെ ഭാര്യ കുടുംബക്കാര, ഭർത്താവിൻ്റെ കുടുംബക്കാര. അവിടെ പോയിട്ടില്ലെങ്കിൽ പരിശോധിക്കാൻ ആളുകളുണ്ട്, എണ്ണി നോക്കാൻ ആളുകളുണ്ട്. ഇങ്ങോട്ട് വന്നവരാ, പകരം അങ്ങോട്ട് പോയാലേ ഇങ്ങോട്ട് വരാനുള്ളൂ. പരസ്പരം ദുനിയാവിലെ സ്വാധീനവും ദുനിയാവിലെ പണവും സൗകര്യങ്ങളും കഴിവും നോക്കിയിട്ട് മാത്രം രോഗികളെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് പാവപ്പെട്ട എത്രയോ രോഗികൾ സ്വന്തം കുടുംബത്തിലുണ്ടായിട്ടും ഒന്ന് വിളിച്ചുപോലും നോക്കാത്ത വ്യക്തികൾ വലിയ പണക്കാരോ കഴിവുള്ളവരോ സ്വാധീനമുള്ളവരോ തനിക്കെപ്പോഴെങ്കിലും ദുനിയാവിൽ ആ വ്യക്തികളെ കൊണ്ട് ഉപകാരം കിട്ടുമെങ്കിൽ, ദുനിയവിയായ ഉപകാരം കിട്ടുമെങ്കിൽ, ആ രോഗി എത്ര ദൂരെയാണെങ്കിലും ഒരു ദിവസമെടുത്തിട്ടാണെങ്കിലും ആ രോഗികളെ കാണാൻ പോകാൻ ആളുകൾ ഒഴുകുകയാണ്. എവിടെയും പണം നോക്കുന്നു. കൂട്ടുകാരനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിൽ, അയൽപക്കത്തിൻ്റെ വിഷയത്തിൽ, എല്ലാത്തിലും പണം നോക്കുന്നത് പോലെ ഒരാൾ രോഗിയായി കിടന്നാൽ പോലും അയാൾ പാവപ്പെട്ടവനാണോ തിരിഞ്ഞു നോക്കാൻ ആളില്ല, അയാളെ പരിഗണിക്കാൻ ആളില്ല, അയാൾക്ക് മരുന്നെത്തിക്കാൻ ആളില്ല, ആശ്വസിപ്പിക്കാൻ പോലും ഒരാളും ചെല്ലുന്നില്ല. എന്തുകൊണ്ട്? അയാൾ കള്ള പണം കൊടുത്തിട്ടില്ല. അയാൾ ചെയ്ത തെറ്റല്ല, അയാൾ കള്ള പണം കൊടുത്തിട്ടില്ല, ഒപ്പം രോഗി കൂടിയായി. അതുകൊണ്ട് എല്ലാവരും അവഗണിക്കുകയാണ്. മുസ്ലിം സമുദായമേ, നമുക്കത് പാടില്ല. നാം രോഗിയെ കാണുന്നത് നമുക്ക് റബ്ബിൻ്റെ കൂലി കിട്ടാനാ. അള്ളാഹുവിൻ്റെ സ്വർഗപ്പൂന്തോപ്പിലൂടെ നടക്കുന്ന പദവിയാണ്. ഞാൻ ഒരു രോഗിയെ കാണാൻ പോകാൻ എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിലും, ഒരേ ഫ്ലാറ്റിലാണെങ്കിലും, അയൽപക്കത്താണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, ഹോസ്പിറ്റലിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, എവിടെയാണെങ്കിലും പടച്ച റബ്ബിൻ്റെ ഈ കൂലിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു പദവി എപ്പോഴും നമുക്ക് ലഭിക്കണം എന്ന ചിന്തയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്ന ഹത്താ യർജിഅ. സ്വർഗപ്പൂന്തോപ്പിലൂടെ നടക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ ഉദ്വ, പ്രഭാതത്തിൽ ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസി. രാവിലെയാണ് ഒരു രോഗിയെ ഒരാൾ കാണാൻ പോകുന്നത്, രോഗസന്ദർശനം ചെയ്യുന്നത് രാവിലെയാണ്.
മുസ്ലിമായ ഒരു വ്യക്തി ഒരു മുസ്ലിമായ രോഗിയെ കാണാൻ പോവുകയാണ് പ്രഭാതത്തിൽ. വൈകുന്നേരമാകുന്നതിന് ഇടക്ക് പടച്ച റബ്ബിന്റെ മാലാഖമാർ, അത് ഒന്നോ രണ്ടോ അല്ല, 70,000 മലക്കുകളാണ് സന്ദർശകന് വേണ്ടി വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വലിയ തോപ്പ് ഈ വ്യക്തിക്ക് ഒരുക്കി വെക്കപ്പെടുകയാണ്. അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഒരു രോഗിയെ കാണാൻ പോയാൽ പടച്ച റബ്ബിന്റെ മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുണത്തിന് വേണ്ടി. ഈ ബർക്കത്ത് ഇത്രയും കാലം എത്ര രോഗികളെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടാകും? ഈ നീയത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹിന്റെ സ്വർഗം, മലക്കുകളുടെ ദുആ, പടച്ച റബ്ബിന്റെ അടുക്കൽ കിട്ടുന്ന മഹത്വം. പലപ്പോഴും രോഗിയെ കാണാൻ പോകുന്നത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പരസ്പരം പറയുന്നതൊക്കെ പോകാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുക? അത് അവരല്ലേ, ആ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ, അങ്ങോട്ട് പോകണം. ആരൊക്കെ വന്നു എന്ന് ഓരോ കുടുംബത്തിനും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ രോഗി തന്നെ ഉണ്ടാകും, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ ആരൊക്കെ എന്നെ വന്ന് കണ്ടു എന്ന്. ആ രോഗം ശമനമായി കിട്ടിയാൽ ഓരോരുത്തരുടെ അടുക്കൽ പോയിട്ടും കണക്ക് ചോദിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ആളുകൾ. ആ ആളുകളെ ബോധിപ്പിക്കാനല്ല പ്രിയപ്പെട്ടവരെ നാം രോഗികളെ സന്ദർശിക്കാൻ പോകുന്നത്. മറിച്ച് നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ പരലോകത്ത് കൂലിയാണ്. എത്രത്തോളം മഹത്വം ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മൻ ആദ മരീള, ഒരു രോഗിയെ ആരെങ്കിലും സന്ദർശിക്കുകയാണ്, ഔ അല്ലെങ്കിൽ സാറ അഖൽ ലഹു ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി ഒരാളെ കാണാൻ പോവുകയാണ്. ഇസ്ലാഹി സെന്ററിൽ വെച്ച്, അതല്ലെങ്കിൽ തൊട്ടടുത്ത റൂമിൽ വെച്ച്, പള്ളിയിലേക്ക് പോയി, എവിടെയാകട്ടെ ഒരു വ്യക്തിയെ സന്ദർശിക്കുന്നു. ഒന്ന്, രോഗിയെ സന്ദർശിക്കുന്നു. രണ്ട്, ഒരാൾക്ക് രോഗമൊന്നുമില്ല, ആണാകട്ടെ പെണ്ണാകട്ടെ ആരും ആകട്ടെ, ആ വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ എനിക്ക് ഈമാൻ കൂടാൻ സാധ്യതയുണ്ട്, നല്ല വ്യക്തിയാണ്, തഖ്വയുള്ളവനാണ്, അദബുള്ളവനാണ്. ആ വ്യക്തിയുടെ സമീപത്ത് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടും. ദുനിയാവിൻ്റെ ഒന്നും മോഹിച്ചിട്ടല്ല, അവിടെ പോയി ഇരുന്നാൽ, ആ സ്ഥലത്തൊന്ന് എത്തിക്കഴിഞ്ഞാൽ, ആ റൂമിലൊന്ന് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു അല്പം തഖ്വ കൂടും. ഈ നിലക്ക് ആദർശത്തിന് വേണ്ടി ലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരു പെണ്ണിനെ കാണാൻ പോകുന്നത്, സഹോദരനെ മറ്റൊരു കൂട്ടുകാരനെ കാണാൻ പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ നാദാഹു മുനാദിൻ, വിളിച്ചു പറയപ്പെടുകയാണ്, അൻ ത്വിബ്ത വത്വാബ മംശാക, നീ നന്നായിരിക്കുന്നു, നീ നല്ല കാര്യം ചെയ്തിരിക്കുന്നു. വത്വാബ മംശാക, നിന്റെ നടത്തവും നന്നായിരിക്കുന്നു. പിന്നെയോ വതബവഅത മിനൽ ജന്നത്തി മൻസില, സ്വർഗത്തിൽ നിനക്കൊരു വീട് തയ്യാറായിരിക്കുകയാണ്, സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനം അത് തയ്യാറായി കഴിഞ്ഞു. എന്തേവൻ ചെയ്ത നന്മ? ഒരുപാട് നിസ്കരിച്ചതല്ല, ഒരുപാട് നോമ്പെടുത്തതല്ല, കുറെ ഉംറ നിർവഹിച്ചതല്ല, ആത്മാർത്ഥമായിക്കൊണ്ട് ഒരു രോഗിയെ കാണാൻ പോയി എന്നുള്ളതാണ് സത്യം. സഹോദരി സഹോദരങ്ങളെ, വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ പഠിക്കണം. ഒരു രോഗിയെ കാണാൻ പോയി. രണ്ട്, രോഗമൊന്നുമില്ല, ഒരു സന്ദർശനം, സ്നേഹ സന്ദർശനം. എന്താണ് ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? ദുനിയാവിലെ ഒന്നുമല്ല. അയാളുടെ അടുത്ത് പോയിരുന്നാൽ, അയാളെ കുറച്ചു നേരം സോപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് പണം കിട്ടും, അതല്ല. ജോലിക്ക് വേണ്ടിയല്ല, അതല്ല. ദുനിയാവിലെ ഒന്നുമല്ല, ലില്ല. ഇതാണ് അള്ളാഹിൻ്റെ കണ്ടീഷൻ. അള്ളാഹ്ക്ക് വേണ്ടി, പടച്ച റബ്ബിൻ്റെ കൂലി കിട്ടാൻ ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. തൊട്ടടുത്ത റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക്, ഇപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക്, അത് റൂമോ ഫ്ലാറ്റോ കടയോ സെൻ്ററുകളോ എവിടെയോ പള്ളിയോ എന്തോ ആകട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയാണോ സന്ദർശനം എന്നതാണ് വിഷയം. മൻ ആദ മരീള, ഒരു രോഗിയെ ഒരാൾ കാണാൻ പോയാൽ, സന്ദർശനം നടത്തിയാൽ, ഔ സാറ അഖൽ ലഹു ലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയാൽ വിളിച്ചു പറയപ്പെടുകയാണ്, നാദാഹു മുനാദിൻ അൻ ത്വിബ്ത വതാബ മംശാക്, നീ നന്നായിട്ടുണ്ട്, നിന്റെ നടത്തവും നന്നായിട്ടുണ്ട്, എന്നിട്ടോ സ്വർഗത്തിൽ നിന്റെ സ്ഥാനമത തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എത്ര കാര്യങ്ങൾ പഠിച്ചു, നമ്മുടെ നിർബന്ധ ബാധ്യതയാണെന്ന് മനസ്സിലായി. അള്ളാഹിൻ്റെ മാലാഖമാര് പ്രാർത്ഥിക്കുമെന്ന് മനസ്സിലാക്കി, അല്ലേ? രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന ഇങ്ങനെ നീണ്ടുകിടക്കുകയാണ്.
ഓരോ സന്ദർശനത്തിലും. അതുപോലെ തന്നെ പടച്ചറപ്പിൻ്റെ സ്വർഗപ്പൂങ്കാവിലൂടെ നടക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യബ്ന ആദം മരിൽതു ഫലം തഅദുനി, ആദമിൻ്റെ മക്കൾ, മനുഷ്യപുത്ര, ഞാൻ രോഗിയായി, അല്ലാഹ് പറയാ, ഞാൻ രോഗിയായി, ഫലം തഅദുനി, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? മനുഷ്യൻ പറയും, ഖാല യാ റബ്ബി കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാ നിന്നെ സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീനാണ്, നിനക്ക് രോഗം വരാനോ? നിന്നെ എങ്ങനെ ഞാൻ സന്ദർശിക്കും? ഈ സമയത്ത് ഖാല, അല്ലാഹ് പറയും, അമ്മ അലിംത അന്ന അബ്ദി ഫുലാനം മരിള ഫലം തഅദുഹു, നീ അറിഞ്ഞില്ലായിരുന്നോ ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു അടിമ ഒരു മനുഷ്യൻ രോഗിയായി കിടന്നത്? നീ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അയാളെ നീ കാണാൻ പോയില്ല? അമ്മ അലിംത അന്നക ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, നിനക്കയാളെ കാണാൻ പോയാൽ എന്നെ കണ്ടുകൂടായിരുന്നോ? ഇതാണ് അള്ളാന്റെ ചോദ്യം. നിന്റെ അടുക്കൽ ദുനിയാവിൽ ഒരു മനുഷ്യന് രോഗം വന്നിട്ട് നീ എന്തുകൊണ്ട് അയാളെ കാണാൻ പോയില്ല? അയാളെ കാണാൻ പോയിരുന്നുവെങ്കിൽ, ആ രോഗിയെ നീ സന്ദർശിക്കാൻ പോയിരുന്നുവെങ്കിൽ അതെന്നെ കാണുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഇതുപോലെ അള്ളാഹ് വീണ്ടും ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, എന്തുകൊണ്ട് എനിക്ക് വിശപ്പ് വന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നില്ല? മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, എങ്ങനെയാ റബ്ബെ ഞാൻ നിനക്ക് ഭക്ഷണം നൽകുക? നീ റബ്ബുൽ ആലമീനാണ്. അപ്പോഴും അള്ളാഹ് പറയുന്നു, ഭൂമിയിൽ ഇന്ന് അടിമ വിശന്നുകൊണ്ട് പട്ടിണി കിടക്കുമ്പോൾ നിനക്കത് അറിയുമായിരുന്നു. നിന്റെ മഹലിൽ, നിന്റെ നാട്ടിൽ, അതുപോലെ നീ ഒരുപാട് ന്യൂസുകളിലൂടെ മനസ്സിലാക്കിയിട്ടും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ നീ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു. വെള്ളം കിട്ടാത്ത ആളുകൾക്ക് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെയും നിനക്ക് എന്നെ കാണാമായിരുന്നു. അള്ളാഹ് ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് നീ വെള്ളം തന്നില്ല? അപ്പോഴും മനുഷ്യൻ ചോദിക്കും, എങ്ങനെയാ ഞാൻ നിനക്ക് വെള്ളം തരിക? അപ്പോഴാണ് അള്ളാന്റെ മറുപടി, വെള്ളം കിട്ടാത്ത പ്രദേശത്ത് എത്രയോ ആളുകൾ വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോഴും അതൊക്കെ അറിഞ്ഞിട്ടും അവിടെ കൊടുക്കാതിരുന്നു നീ. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു. അഥവാ മഹത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഒരു രോഗിയെ കാണാൻ പോവുക എന്നുള്ളത് പടച്ചറബിനെ കാണുന്ന മഹത്വം, പവിത്രത എത്രയുണ്ടോ പ്രിയപ്പെട്ടവരെ, അത്രയും പുണ്യമാക്കപ്പെട്ടൊരു വിഷയമാണ് ഇസ്ലാമിൽ രോഗസന്ദർശനം. പക്ഷെ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. രോഗസന്ദർശനത്തിന് ഇത്ര കൂലിയുണ്ട് എന്ന് ആർക്കും അറിയില്ല. ഇന്ന് കുടുംബബന്ധം പകരത്തിന് പകരമാ. സുഹൃത പറഞ്ഞു, അത് പകരത്തിന് പകരം ചേർക്കലല്ല, കുടുംബബന്ധം ചേർക്കൽ എന്ന് പറയുന്നത്. മുറിക്കുന്നവരോട് ചേർക്കലാണ് കുടുംബബന്ധം ചേർക്കൽ. പരസ്പരം ചെയ്യുന്നത് സാധാരണ നടന്നു പോകുന്ന കുടുംബമാണ്. എപ്പോഴാണത് ചാർത്തേണ്ടത്? ഒരാൾ മുറിക്കുമ്പോൾ അങ്ങോട്ട് പോയി ചാർത്തുക. ഇന്നതില്ല. ഇങ്ങോട്ട് മുറിക്കാൻ നോക്കേണ്ടതില്ല. അയാൾ മനസ്സിൽ കണ്ടാൽ മതി. നമ്മൾ സംസാരിക്കും, നമ്മൾ മനസ്സിൽ വിചാരിച്ചത് അയാൾ നടപ്പാക്കിയെന്ന്, സമാധാനായി. ഇതേ ഓരോരുത്തർ സംസാരിക്കുന്നത് ഇങ്ങനെയാ. ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറുകയാണ്. രോഗം വന്നാൽ, കുടുംബക്കാരാണെങ്കിലും സ്വന്തം ഉമ്മയ്ക്ക് രോഗം വന്നാൽ, ബാപ്പയ്ക്ക് രോഗം വന്നാൽ, സഹോദരങ്ങൾക്ക് രോഗം വന്നാൽ പോലും പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാൻ നമ്മൾക്ക് സമയമില്ല. ഇന്നെല്ലാവരും ഇങ്ങനെയാ. ഇന്നിൻ്റെ ലോകത്ത് ഓരോ മെസ്സേജുകൾ നമ്മൾ പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാറുള്ളതാണ്, അല്ലേ? ഒരാൾക്ക് രോഗം വന്നു എന്ന് വാർത്ത വരും വാട്സപ്പിൽ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തു നിൽക്കുക. എന്താ? ആദ്യം ഒരാൾ ടൈപ്പ് ചെയ്യും ആ രോഗത്ത് അല്ലാഹുമ്മ ശ്ഫി, അത് പിന്നെ കോപ്പി അടിക്കുക, പേസ്റ്റ് ചെയ്യുക. ഇതിങ്ങനെ നമ്മുടെ ബാധ്യത കഴിഞ്ഞു. ഓൺലൈൻ ബാധ്യത, അല്ലേ? ഇതിനല്ല സ്വർഗം. അതുപോലെ തന്നെ ഒരാൾ മരിച്ച വാർത്ത വന്നു, ആദ്യം കാത്തിരിക്കുക. എന്തിനാ? ഇന്നാലില്ല പറയാനും മടി, ടൈപ്പ് ചെയ്യാനും മടി, അതിനുപോലും മടി. ഒരാൾ ടൈപ്പ് ചെയ്യട്ടെ, എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ? അത് കോപ്പി പേസ്റ്റ് അടിക്കാൻ. ഇതാണ് എല്ലാവരുടെയും ബാധ്യത. പ്രിയപ്പെട്ടവരെ, അതല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. സാന്ദർഭികമായി സൂചിപ്പിച്ചതാ. മരണവിവരം അറിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മതി, മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. രോഗിയാണെന്ന് അറിഞ്ഞാൽ അതിലിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സലാം പറഞ്ഞാൽ അതിലിങ്ങനെ സലാം ടൈപ്പ് ചെയ്തിട്ട് എണ്ണം അടക്കണമെന്ന് ആവശ്യമില്ല. പറഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്യലാകാം, ബോധ്യപ്പെടുത്തലാകാം, ഒക്കെ ആകാം. പക്ഷേ ഇതിനു പോലും മടിയാണ്. സന്ദർശിക്കാനോ, ഒന്ന് വിളിക്കാനോ, ആശ്വസിപ്പിക്കാനോ
പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നേരമില്ല. ഈ റമദാനായിട്ട് കൂടി നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ കൂട്ടുകാരെ രോഗിയായിട്ടുള്ള വാർത്തകൾ അറിഞ്ഞിട്ടും എത്ര ആളുകൾ, നമ്മൾ പ്രവാസികളാണ്, ഒന്ന് വിളിയിലൂടെയെങ്കിലും ആ സന്ദർശനത്തിൻ്റെ ഒരു മര്യാദ നമ്മൾ കാണിച്ചോ എന്ന് ഗൗരവത്തിലാണ് നമ്മൾ അറിയേണ്ടത്. നിയത്താണ് മാറിപ്പോയത്. ഇന്ന് സ്വർഗത്തിന് വേണ്ടിയല്ല, മലക്കുകളുടെ ദുആക്ക് വേണ്ടിയല്ല, അള്ളാഹിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടിയല്ല രോഗസന്ദർശനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദുനിയാവിൽ എനിക്കെന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുന്നവർക്ക് രോഗം വന്നാൽ മാത്രം സന്ദർശനങ്ങൾ ഒതുങ്ങിപ്പോകുന്നത്. എനിക്കൊരു ഫായിദയില്ലേ, ദുനിയാവിൽ ഒരു നേട്ടവും കിട്ടുന്നില്ലേ, എത്ര അടുത്ത് താമസിക്കുകയാണെങ്കിൽ പോലും അയാളെ കാണാൻ ഒരാളും തയ്യാറാകുന്നില്ല, ആണും പെണ്ണും തയ്യാറാകുന്നില്ല. മാറണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ മാറ്റണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. രോഗിയെ സന്ദർശിക്കുന്നത് ആവർത്തിച്ച് പറയുന്നു, രോഗിയേക്കാൾ ഗുണം നമ്മൾക്ക്. എനിക്കെൻ്റെ സ്വർഗമാണ്, നിന്റെ നടത്തം നന്നായി, നീ നന്നായി, സ്വർഗത്തിൽ നിന്റെ ഇരിപ്പിടം തയ്യാറായി എന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ ആ സ്വർഗം എനിക്ക് കിട്ടണം ഒരു രോഗിയെ കണ്ടിട്ട്, അല്ലേ? കുടുംബത്തിൽ പെട്ടവരോ പെടാത്തവരോ എവിടെയാകട്ടെ, ഇവിടെ കാണുന്ന ഹോസ്പിറ്റലുകളിൽ, നാട്ടിൽ ലീവിന് പോകുമ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ എത്രയോ ആളുകൾ, സന്ദർശിക്കാൻ ആളുകളില്ലാത്ത പാവങ്ങൾ, രോഗം വന്നു, ഒപ്പം കടം വരുന്നു, ഭക്ഷണത്തിന് പണമില്ലാത്തവർ വരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കാൻ എമ്പാടും ആളുകൾ തയ്യാറാ. ഓരോ ഗ്രാമങ്ങളിലുമാണ് മാരകമായ പനികൾ ഇന്ന് നമ്മുടെ നാടുകളിൽ, ഗ്രാമങ്ങളിൽ, വാർഡുകളിൽ പടർന്ന് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു കൈത്താങ്, ഒരു സഹായം. എനിക്ക് 6 കുട്ടികൾ, 5 കുട്ടികൾ, 3 കുട്ടികൾ, അതുപോലെ തന്നെ മറ്റൊരു വീട്ടിലൊരു കുട്ടിക്ക് പനിയാണ്. ഒന്ന് വിചാരിക്കുക, എൻ്റെ 4ാമത്തെ കുട്ടിയാണെന്ന് കരുതിയിട്ട് ആ നിലക്ക് അള്ള തന്ന ഫള് കൊണ്ട് ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം എത്തിക്കാൻ, വസ്തുക്കൾ എത്തിക്കാൻ, അവർക്ക് എന്താണോ ആവശ്യം അതിൻ്റെ പകുതിയെങ്കിലും എത്തിക്കാൻ പ്രിയപ്പെട്ട സഹോദരി നാം ശ്രമിക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഒന്ന് ശ്രമിക്കുകയെങ്കിലും ഇവിടെ നിന്ന് നമ്മുടെ ഒരു വാക്ക്, ഒരു മെസ്സേജ്, ഒരു ഫോൺ വിളി, ഒരു കുടുംബത്തിന് ആശ്വാസം കിട്ടുകയാണെങ്കിൽ, ഒരു രോഗിക്ക് ഒരുപാട് ആശ്വാസം വരികയാണെങ്കിൽ, ജീവിതത്തിൽ വരാനിരിക്കുന്ന പല ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കലായിരിക്കും ഇത്തരം സഹായങ്ങളിലൂടെ. അതുകൊണ്ട് നന്മ ഇത്തിരിയെങ്കിലും നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ, നമ്മുടെ നാടുകളൊക്കെ, നമ്മുടെ നാട്ടിൻ പുറങ്ങളൊക്കെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പലരും പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചില്ലേ, സ്കൂൾ കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്ന വാൻ ഓരോ വീട്ടുപടിക്കലും വന്ന് അവിടെ നിർത്തി ആ സ്കൂൾ കുട്ടികളെ കയറ്റിക്കൊണ്ടുപോകുന്നത് പോലെ ആംബുലൻസുകൾ ഓരോ വീട്ടിൻ്റെ പടിക്കൽ വരികയാണ്. എന്തിനാ? ഡയാലിസിസ് രോഗികളെ കൊണ്ടുപോകാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ. വലിയ പണക്കാരാ, ഓരോ സമയത്തും ഇതിങ്ങനെ മാറ്റിപ്പോയി അതിനുവേണ്ടി ചികിത്സിച്ച് പണം ഓരോന്നും കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പലരും ദരിദ്രരാവുകയാണ്, കൈനീട്ടാൻ മടിയാണ്, പ്രയാസമാണ്. അങ്ങനെ ശീലിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കണ്ടറിഞ്ഞും മനസ്സറിഞ്ഞും സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഓരോരുത്തരും പഠിച്ചു വെക്കുക. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ നീയത്ത് മാറ്റുക. രണ്ടാമത്, ഈ വിഷയം പറയുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതാണ്, നമ്മുടെ രോഗിയെ സന്ദർശിക്കുമ്പോൾ സമയം തിരഞ്ഞെടുക്കണം. ഹദീസുകളിൽ വന്നതല്ല, പക്ഷെ ഇസ്ലാമിൻ്റെ ഒരു പൊതുമര്യാദ. എവിടെയാണെങ്കിലും ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം ഒന്ന് അയാളെ വിളിച്ചു നോക്കണം. ഇന്ന സമയത്ത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ ഉണ്ടാകുമോ, യാത്രയിലായിരിക്കുമോ, പ്രയാസമാകുമോ? ഒരു സമ്മതമാണത്. ഇന്ന് ഫോണുണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും വിളിച്ച് ചോദിക്കാം. എങ്കിൽ ആ സന്ദർശിക്കുന്ന വ്യക്തിക്കും ആരാണോ ആതിഥേയർ അവർക്കും പ്രയാസമുണ്ടാകില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് എവിടെയെങ്കിലും ഇറങ്ങുന്ന സമയത്താണ് ഒരു വീട്ടിലേക്ക് നമ്മൾ എത്തുന്നതെങ്കിൽ അത് 2 കൂട്ടർക്കും മാനസികമായ പ്രയാസമാണ്. ഇതുപോലെ തന്നെയാണ് രോഗിയെ സന്ദർശിക്കുമ്പോഴും പഠിക്കേണ്ടത്. നേരെ രോഗിയുടെ വീട്ടിലേക്ക് കയറിച്ചെല്ലലല്ല, ഹോസ്പിറ്റലിൽ അങ്ങ് നേരെ പോകലല്ല. ഒന്ന് അന്വേഷിക്കുക, രോഗിയോടോ ബന്ധുക്കളോടോ ആരോടാണെങ്കിലും ബന്ധപ്പെട്ടവരോടോ ഒന്ന് അന്വേഷിക്കുക, ഈ സമയത്ത് വരാൻ ഉദ്ദേശിക്കുന്നു. അതല്ലെങ്കിൽ എപ്പോഴാണ് ഒന്ന് സന്ദർശിക്കാൻ ഫലപ്രദമായ സമയം അവർ പറയും, ആ സമയത്ത് സന്ദർശിക്കുക. ഇനി അതല്ല, രോഗി ചിലപ്പോൾ ആരും കാണുന്നത് ഇഷ്ടപ്പെടുന്ന സമയമായിരിക്കില്ല, ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല.
അയാൾക്ക് ആ അഭിമാനം പണയപ്പെടുത്താൻ ആ നിലക്കുള്ള അയബുകളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എന്ന നിലക്ക് ഒരു സന്ദർശകൻ സന്ദർശിക്കുന്ന ഇഷ്ടമില്ല എങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല. ഇനി ചില സന്ദർശകരെ രോഗിക്ക് ഇഷ്ടമായിരിക്കും. ആ സന്ദർശകർ രോഗിയുടെ സമീപത്തിരിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രദ്ധിക്കണം. ഇനി രോഗി ഇഷ്ടപ്പെട്ടാലും പരിചരിക്കുന്ന ഡോക്ടർമാർ വിലക്കുകയാണ്, ഈ രോഗിയുടെ സമീപത്ത് ഒരാളും പോകരുത്. നമ്മുടെ മലയാളികൾക്കുള്ള പ്രശ്നമാണത്. രോഗിയുടെ റൂമിൽ ഒരു രോഗിയും 15 ആൾ മിനിമം ഉണ്ടാകും, അല്ലേ? നമ്മുടെ നാടുകളിൽ അങ്ങനെയാ. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ആ നിലക്ക് കാണുക സാധ്യമല്ല. ഈ നിലക്ക് തന്നെയാണ് എവിടെയും വേണ്ടത്. രോഗിയുടെ സമീപത്ത് ആളുകൾ ഇരിക്കുന്നതും അതല്ലെങ്കിൽ ഒരാൾ ഇരിക്കുമ്പോൾ ആ രോഗിക്ക് രോഗം കൂടാൻ അത് കാരണമാകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, രോഗിയേക്കാൾ പരിചരിക്കുന്ന ഡോക്ടർമാരെയും അതിൻ്റെ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് തൽക്കാലം മാറി നിൽക്കലാണ് ഏറ്റവും നല്ല അദബ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വേണ്ടത് വിനയമാണ്. രോഗിയെ കാണുമ്പോൾ വിനയമാണ് വേണ്ടത്. നല്ല കഴിവുള്ളവൻ, സ്വാധീനമുള്ളവൻ, പണമുള്ളവൻ, പക്ഷെ എന്തോ രോഗം വന്നുപോയി, ആകെ മെലിഞ്ഞൊട്ടിപ്പോയി, പ്രയാസത്തിലാണ് കിടക്കുന്നത്. ആ സമയത്ത് ആ രോഗിയുടെ സമീപത്ത് വലിയ നിലക്ക് സ്വർണം ധരിച്ച് പെണ്ണ്, അല്ലേ? നമ്മുടെയൊക്കെ നാടുകളിൽ പണ്ടൊക്കെ കാണാറുണ്ട്, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മാല കടം വാങ്ങുന്നു, അതല്ലെങ്കിൽ ഓരോന്ന് കടം വാങ്ങുകയാണ്. ഡ്രസ്സ് കടം വാങ്ങുന്നു, സാരി കടം വാങ്ങുന്നു, ആഭരണങ്ങൾ കടം വാങ്ങുന്നു. എന്തിനാ താത്ത ഇതൊക്കെ വാങ്ങുന്നത്? കുടുംബത്തിൽ ഒരു രോഗിയെ കാണാൻ പോവുകയാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്, അല്ലേ? ഈ പെണ്ണിൻ്റെ ഈ കടം വാങ്ങൽ വിചാരിക്കുമ്പോൾ ചിന്തിച്ചു പോകും, ആ രോഗി ആകെ കിടക്കുന്നത് ആഭരണം കാണാൻ വേണ്ടി കിടക്കുകയാണ്. ആഭരണം കാണുമ്പോൾ രോഗത്തിന് ആശ്വാസം കിട്ടും എന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ കിബറ് കാണിക്കാനും അഹങ്കാരം പൊങ്ങച്ചം കാണിക്കാനും ഉള്ള മേഖലയല്ല രോഗസന്ദർശനം. സന്ദർശിക്കുന്ന വ്യക്തികൾ വളരെ മാന്യമായും വിനയത്തോടുകൂടിയും അടക്കത്തിലും ഒതുക്കത്തിലും ആ രോഗിയുടെ സമീപത്തെത്തുമ്പോൾ അയാൾക്ക് മാനസികമായ ഒരു വിഷമമില്ലാതെ നമ്മളെ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയായിരിക്കണം ഉണ്ടാകേണ്ടത്. വിനയം വേണം. വേഷവിധാനം പോലും ശ്രദ്ധിക്കണം, ആ രോഗിക്കൊരു പ്രയാസം ഉണ്ടാകരുത്. സംസാരം ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഭക്ഷണകാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം അടക്കവും ഒതുക്കവും വേണം പ്രിയപ്പെട്ടവരെ. പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്ന്, നമ്മൾക്ക് കൂലി കിട്ടാനാ. 2, ആ രോഗിക്ക് ഒരാശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നാം പോകുന്നത് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ അഅറാബിയും യഊദു, ഒരു അഅറാബിക്ക് രോഗം വന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സന്ദർശിക്കാൻ പോയി. വകാന ഇദാ ദഖല അലാ മൻ യഊദു, റസൂലുള്ളാഹ് ഏത് രോഗിയെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിലും രോഗിയുടെ തലയുടെ ഭാഗത്ത് പോയിട്ടൊന്ന് ഇരിക്കും. എന്നിട്ട് പറയും, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ലാ ബഅസ, സാരയില്ല, കുഴപ്പമില്ല. തഹൂറുൻ, ഇതൊരു ശുദ്ധീകരണമാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഇത് പറയുമായിരുന്നു ഏത് രോഗിയെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിലും, അല്ലേ? ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ വചനമാണിത്. തളർന്നു കിടക്കുന്ന രോഗിയുടെ സമീപത്ത് പോയിട്ടൊന്ന് അവിടെ ഇരിക്കുകയാണ്, ഒന്ന് തടവിക്കൊടുക്കും റസൂലുള്ളാഹ്. എന്തിനാ? അയാളെ ഒന്ന് പരിഗണിക്കുകയാ. സാരമില്ല, ഞങ്ങളൊക്കെ ഉണ്ട്, ഈ സംസാരത്തിന് വേണം അവർക്കൊരാശ്വാസം കിട്ടാൻ, അല്ലേ? ഇതൊരു ശുദ്ധീകരണമാണ്, അള്ളാഹു നിശ്ചയിച്ച ശുദ്ധീകരണമാണ്. തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുകയാണ്, പാപങ്ങൾ കഴുകപ്പെടുകയാണ്. ഈ നിലക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങളായിരിക്കണം പ്രിയപ്പെട്ടവർ രോഗിയുടെ സമീപത്ത് നമ്മൾ ചെന്ന് പറയേണ്ടത്. രോഗി ഒരു പക്ഷേ പലതും മനസ്സിലാക്കി ഇങ്ങോട്ട് സങ്കടം പറയും, ഇതാ എൻ്റെ രോഗം മാരകമാണ്, പ്രയാസമാണ് എന്നൊക്കെ രോഗി പറയുമ്പോഴും അതൊക്കെ സാരയില്ല, നിങ്ങളാണ് ഇവിടെ ഏറ്റവും കുറവുള്ളവൻ, എത്രയോ വലിയ മാരകമായ രോഗങ്ങളുള്ള വ്യക്തികൾ അപ്പുറത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രോഗിയുടെ മനസ്സിൽ ഒരാശ്വാസം എത്തിക്കാൻ മുസ്ലിം സഹോദരി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരെ വിപരീതം പറഞ്ഞാലോ? പറയാറുള്ള ആൾക്കാരുണ്ടില്ലേ, ചില ആൾക്കാരൊക്കെ അങ്ങനെയാ. രോഗിയുടെ സമീപത്ത് അങ്ങോട്ട് പോകും, അല്ലേ? നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ 1/2 കിലോ ഓറഞ്ചും വാങ്ങിയിട്ട് അവിടെ പോകുക, 1 കിലോ ഓറഞ്ച് നിന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക, അല്ലേ? ഈ നിലക്കുള്ള ആളുകൾ. എന്നിട്ട് ഇത് തിന്നോടായിരിക്കും പറയുന്നത്. എന്താ സംസാരിക്കുക? ഇതാണോ രോഗം? ഈ രോഗം എൻ്റെ കുടുംബത്തിൽ അകന്ന ബന്ധത്തിൽ അതിൽ മസാലയൊക്കെ ചേർത്ത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് മരിച്ചു പോയത്. ഇത് കേൾക്കുമ്പോൾ രോഗിക്ക് തോന്നും, അല്ലേ, ഇയാളൊന്ന് കൊടുക്കാൻ.
ഈ നിലക്ക് രോഗിയെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾ അല്ല. ഇങ്ങനെയൊക്കെ എന്തും ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പാടില്ല. വളരെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, രോഗിക്ക് സമാധാനം കിട്ടുന്ന വചനങ്ങൾ, അതായിരിക്കണം പറയേണ്ടത്. മഹാനായ റസൂലുള്ളാഹി ദഖല അലാ ഉമ്മു സായിബ് ഔ ഉമ്മുൽ മുസയ്യിബ്, അള്ളാഹിൻ്റെ റസൂല് ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹയെ കാണാൻ പോവുകയാണ്, അതല്ലെങ്കിൽ ഉമ്മുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹയെ കാണാൻ പോവുകയാണ്. ഫഖാല, റസൂലുള്ളാഹി ചോദിക്കുന്നു, പനി പിടിച്ച് വിറച്ച് തുള്ളുകയാണ് ഉമ്മു സായിബ് റളിയല്ലാഹു അൻഹ, അത്രയും വേദനയാണ്. ആ സമയത്ത് ചോദിക്കുന്നു, മാലക്കയ ഉമ്മു സായിബ്, ഉമ്മു സായിബെ എന്ത് പറ്റി ഉമ്മു സായിബ്? തുസഫ്സഫീൻ, പനി പിടിച്ച് വിറച്ച് തുള്ളുകയാണല്ലോ, പ്രയാസമുണ്ടല്ലോ അല്ലേ? ഖാലത് അൽ ഹുമ്മ, പനിയാണ് പ്രവാചകരെ. ആ സമയത്ത് റസൂലുള്ളാഹി പറയും, പനിയാണ് പ്രവാചകരെ. ലാ ബാറക്കല്ലാഹു ഫീഹ, ഉമ്മു സായിബിനോട് പറഞ്ഞുപോയി, പനി വന്നുപോയി, വല്ലാത്തൊരു പനി, പ്രയാസത്തിൻ്റെ വാക്കാണ് ലാ ബാറക്കല്ലാ എന്ന് പറഞ്ഞുപോയി. റസൂലുള്ളാഹി ഉടനെ തിരുത്തുകയാണ്, ഫഖാല ലാ തസുബ്ബിൽ ഹുമ്മ, ഉമ്മു സായിബെ പനിയെ ചീത്ത പറയല്ലേ. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറുൽ ഖബസൽ ഹദീദ്, ഇരുമ്പുരുക്കിയിട്ട് ആയുധങ്ങളും അതല്ലെങ്കിൽ ആ കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പുരുക്കിയിട്ട് പലതും നിർമ്മിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ സമയത്ത് കീടങ്ങളൊക്കെ ഇരുമ്പിൽ നിന്ന് ഇരുമ്പുരുക്കുമ്പോൾ പുറത്തു പോകുന്നത് പോലെ മനുഷ്യൻ ചെയ്ത പാപങ്ങളൊക്കെ ഈ പനിയിലൂടെ അള്ളാഹ് കഴുകിക്കളയുകയാണ്. ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയും പറയുന്നു, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മരീള, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എന്നെ റസൂലുള്ളാഹി കാണാൻ വന്നു, സന്ദർശിക്കാൻ വന്നു. അപ്പോഴും റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഉമ്മുൽ അലാ ലാ തസുബ്ബിൽ ഹുമ്മ, പനിയെ ചീത്ത പറയല്ലേ ഉമ്മുൽ അലാ, ശപിക്കല്ലേ ഉമ്മുൽ അലാ. കാരണം പനി എന്ന് പറയുന്നത് സ്വർണവും വെള്ളിയുമൊക്കെ ഉരുക്കുമ്പോൾ അതിൽ നിന്നുള്ള കീടങ്ങൾ പുറത്തു പോകുന്നത് പോലെ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ ഈ പനി പിടിച്ച് വിറച്ച് തുള്ളുമ്പോൾ നീ ക്ഷമിക്കുകയാണെങ്കിൽ, സഹിക്കുകയാണെങ്കിൽ, അള്ളാഹിനെ ഓർത്ത് ക്ഷമിക്കാനും സഹിക്കാനും മനസ്സ് കാണിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹ് പൊറുക്കുകയാണ്, കഴുകിക്കളയുകയാണ്. ഇതാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഏത് മുസ്ലിമിൻ കേൾക്കുമ്പോഴും ഈ പനി പിടിച്ച് ഒരു ദിവസം ഞാൻ കിടക്കുമ്പോൾ ആ ഒരു ദിവസം മുഴുവനും എൻ്റെ തെറ്റല്ല കഴുകിക്കളയുകയാണ്. ഒരു മുഅ്മിനിന് എന്തും ഖൈറാണ്. സന്തോഷം വരുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കുന്നു, ഖൈറാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നു, അതും ഖൈറാണ്. പനി പിടിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പനി പിടിച്ചു, വല്ലാത്ത വേദനയാണ്. സഹാബികൾ ചോദിച്ചു, റസൂലേ, ഞങ്ങളിൽ 2 ആളുകൾക്കുള്ള പനിയുണ്ടല്ലോ നിങ്ങൾക്ക്, അതേ നിങ്ങളിൽ 2 ആളുകൾക്കുള്ള പനിയുടെ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ചോദിച്ചു സഹാബികൾ, എങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 ആളുകളുടെ കൂലി ഉണ്ടാകുമോ നിങ്ങൾക്ക്? അതേ, നിങ്ങളിലെ 2 ആളുകളുടെ കൂലി എനിക്കും ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മുസ്ലിം അനുഭവിക്കുന്ന ടെൻഷൻ, പ്രയാസം, ദുഃഖം, മനോദുഃഖം, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറിച്ചാൽ പോലും അള്ളാഹു ആ വേദന സഹിക്കുമ്പോൾ, ഈ വ്യക്തി ആ വേദന സഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹ് ഇങ്ങനെ കഴുകിക്കളയുകയാണ്. നാഥൻ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് ഒരു രോഗിയോട് നമ്മൾക്ക് പറയാനുള്ളത്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താവോ ഭാര്യയോ സഹോദരനോ സഹോദരിയോ കുടുംബക്കാരനോ കൂട്ടുകാരിയോ ആരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, രോഗിയായി പനിച്ച് വിറച്ച് തുള്ളുമ്പോൾ, പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ, വേദന കടിച്ചമർത്തുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്: സാരയില്ല, ക്ഷമിക്ക്, സഹിക്ക്. അള്ളാഹ് നിനക്ക് തരാനിരിക്കുന്നത് ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയലാണ്. ഇതൊരു റഹ്മത്താണ്. മുസ്ലിമിന് രോഗം ഒരു ബർക്കത്താണ്, അതൊരു ശിക്ഷയല്ല, അവനൊരു ആശ്വാസമാണ്. അല്ലാഹു തആല ഈ ദുനിയാവിൽ നിന്ന് തന്നെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് അവനെ ശുദ്ധിയാക്കുകയാണ്. സ്വയം രോഗിയാകുമ്പോഴും നമുക്ക് ആശ്വസിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വഹീൻ്റെ വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾക്ക് ആശ്വസിക്കാനുള്ളത്. അതുകൊണ്ട് പനിയെ ചീത്ത പറയരുത്, രോഗത്തെ ശപിക്കരുത്. നമ്മൾ അങ്ങനെയാ, രോഗം വരുമ്പോൾ അള്ളാനെ ചീത്ത പറയുന്നവർ, എന്തിനാ റബ്ബ് എന്നെ ഈ നിലക്കാക്കിയത്? പാടില്ല. ഇതെനിക്കൊരു നിഅമത്താണ്, ഇതൊരു അനുഗ്രഹമാണ്, ഇതാർക്കും വരാം. അള്ളാഹ് പരീക്ഷിക്കുകയാണ് നിന്നെ. മരിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റുമില്ലാത്ത നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിനക്ക് സാധിക്കണം. അതിനാണ് രോഗം.
തെറ്റുകളൊക്കെ കഴുകിക്കളയാൻ പ്രിയപ്പെട്ടവരെ ആ നിലക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയെ സന്ദർശിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനകളുണ്ട്. അവിടുന്ന് കാന യഊദു ബഅദ അഹ്ലിഹി യംസഹു ബിയദിഹിൽ യുംന വയഖൂലു, അവിടുത്തെ കുടുംബത്തിലെ ആർക്കെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ വലത് കൈ കൊണ്ടിങ്ങനെ തടവുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, രോഗിയുടെ തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ തടവിക്കൊടുക്കും. എന്തിനാ തടവിക്കൊടുക്കുന്നത്? രോഗിയെ പരിഗണിക്കലാണത്, ആശ്വസിപ്പിക്കലാണത്. അതുകൊണ്ട് നമുക്കും അത് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. ഏറെക്കുറെ ആളുകൾക്ക് അറിയുന്നൊരു ദുആയാണിത്. അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ റബ്ബേ, അദ്ഹിബിൽ ബാസ്, ഈ പ്രയാസങ്ങളെ പോക്കണം നാഥാ. ഇഷ്ഫി, നീ ഷിഫ നൽകി റബ്ബേ. അൻത ഷാഫി, നീയാണ് ഷിഫ നൽകുന്നവൻ. ഡോക്ടറല്ല, മരുന്നുകളല്ല, ഹോസ്പിറ്റലുകളല്ല. ഇതൊക്കെ രോഗത്തിന് മരുന്ന് നൽകുന്നു എന്നത് മാത്രമാണ്. ഷിഫ ലഭിക്കുന്നത് അള്ളാഹുവിങ്കൽ നിന്നാണ്. ഷിഫ എന്ന് പറയുന്നത് എങ്ങനെയാണ് റബ്ബേ ഷിഫ നൽകേണ്ടത്? ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക, നിന്റെ ഷിഫയല്ലാതെ ഒരു ഷിഫയുമില്ല. ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, എൻ്റെ ബാപ്പയാണ് ഈ കിടക്കുന്നത്, എൻ്റെ വേണ്ടപ്പെട്ടവരാണ് ഈ കിടക്കുന്നത്. ഈ കൂട്ടുകാരൻ്റെ കൂട്ടുകാരിയുടെ സഹോദരൻ്റെ സഹോദരിയുടെ രോഗത്തെ നീ ശമിപ്പിക്കണം റബ്ബേ. എങ്ങനെ? ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് ഈ മരുന്ന് കഴിച്ച് ഈ രോഗം മാറിയാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മറ്റു രോഗങ്ങൾ വന്ന് അതുപോലും ഇല്ലാതെ റബ്ബേ ഒരു വേദനയും പ്രയാസവും ബാക്കിയാക്കാത്ത നിലക്ക് നീ ശമനം നൽകണേയെന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുക. ഇതിലും വലിയ മരുന്നെന്താ പ്രിയപ്പെട്ടവരെ? ഇതിലും വലിയ മരുന്നെന്താ? നാം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഇത് നീ സുഖപ്പെടുത്ത്, ഷിഫ നൽകി. ഈ രോഗം മാറിയാൽ ഈ രോഗം കാരണം കൊണ്ട് പിന്നീട് മറ്റൊരു രോഗത്തിലേക്ക് ഇതെത്തരുത്. ഉമ്മ രോഗിയായിട്ടുണ്ട്, ബാപ്പ രോഗിയായിട്ടുണ്ട്, മക്കളായിട്ടുണ്ട്, ഭാര്യയും ഭർത്താവുമായിട്ടുണ്ട്. എത്ര ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങി, എത്ര മരുന്നുകൾ വാങ്ങിക്കൊടുത്തു, എവിടെയൊക്കെ പോയി അവരെ കൊണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ 10, 40, 50 വയസ്സായിട്ട് എപ്പോഴെങ്കിലും എൻ്റെ പൊന്നുമ്മയുടെ, എൻ്റെ ഉപ്പയുടെ ആ തലഭാഗത്തൊന്ന് തടവി, ശരീരത്തിലൊന്ന് തടവി, എൻ്റെ പൊന്നുമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി ഒരാവർത്തിയെങ്കിലും പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് ദുആ ചെയ്ത എത്ര മക്കളുണ്ട്? എൻ്റെ പൊന്നു സഹോദരി, ഗൗരവത്തോടുകൂടി നീ ചിന്തിക്ക്. എത്ര ആളുകളുണ്ട് അല്ലേ? ഈ പ്രാർത്ഥനയൊക്കെ ആർക്ക് വേണ്ടി പഠിപ്പിച്ചതാ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി പഠിപ്പിച്ചതാണോ? പണ്ഡിതന്മാർക്ക് മാത്രം പഠിപ്പിച്ചതാണോ? പ്രിയപ്പെട്ടവരെ, അല്ല. ഏത് സാധാരണക്കാരൻ്റെ വീടുകളിലും അവൻ കാണാതെ അറിഞ്ഞിരിക്കേണ്ട ദുആ, അറിയില്ലെങ്കിൽ നോക്കിയെങ്കിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ. മക്കൾക്ക് രോഗം വരുന്നു, രാത്രി ഇങ്ങനെ കരയുകയാണ്, ഒന്ന് തടവിക്കൊടുത്ത് പ്രാർത്ഥിക്കും മുസ്ലിമേ, അല്ലേ? നിന്റെ ചോരയിൽ പിറന്ന മക്കളാണത്, ഒന്ന് പ്രാർത്ഥിക്ക്. ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഉമ്മക്ക്, ഉപ്പക്ക്, മക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്. നമ്മൾ ആർക്കും വേണ്ട ഇത്, നമ്മൾ ആർക്കും വേണ്ട. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ചികിത്സകൾ ഇന്ന് ബഹിഷ്കരിക്കുകയാണ്. ചികിത്സിക്കണം, ഒപ്പം പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, ഒപ്പം ചികിത്സിക്കണം. രണ്ടും വേണം പ്രിയപ്പെട്ടവരെ, രണ്ടും നടക്കണം. ഓരോ രോഗത്തിനും അള്ളാഹ് അതിൻ്റെ മരുന്നിറക്കാതിരുന്നിട്ടില്ല. ആ മരുന്ന് വാങ്ങണം, അത് കഴിക്കണം, ചെയ്യണം, ഒക്കെ വേണം. പക്ഷെ ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആത്മീയ ചികിത്സകളുണ്ട്. ഈ പ്രാർത്ഥന അള്ളാഹിൻ്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞാൻ രോഗിയായപ്പോൾ എന്നെ റസൂൽ സന്ദർശിച്ചു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ. 3 തവണ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ സഅദിന് നീ ശിഫ നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. സഅദിൻ്റെ സ്ഥാനത്ത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ പേര്, അല്ലാഹുമ്മ ശ്ഫി മുഹമ്മദ്, അല്ലാഹുമ്മ ശ്ഫി അബൂബക്കർ, അല്ലാഹുമ്മ ശ്ഫി സുബൈർ, നമ്മൾക്ക് എന്തും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ നിലക്ക് പ്രാർത്ഥനകൾ പഠിക്കണം. നേരത്തെ കേൾപ്പിച്ചു ആശ്വാസത്തിൻ്റെ വചനം, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് എന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ
അല്ലാഹുമ്മ ശ്ഫി സഅദ എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹു രോഗം വന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നു, രോഗിയായി കിടന്നു. ജിബ്രീൽ സന്ദർശിക്കുന്നു. ആ സമയത്ത് അന്ന ജിബ്രീല അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, ജിബ്രീൽ റസൂലുള്ളാഹിക്ക് രോഗം വന്നപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് ചോദിക്കുന്നു, യാ മുഹമ്മദ് ഇഷ്തകൈത്, മുഹമ്മദേ പ്രയാസമുണ്ടല്ലേ, പ്രയാസങ്ങളും വേദനയും ഉണ്ടല്ലേ? ഖാല നഅം, അതെ ജിബ്രീൽ. ഖാല, ജിബ്രീൽ ദുആ ചെയ്യുന്നു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീലിന്റെ മന്ത്രമാണിത്. ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹിന്റെ നാമത്തിൽ റസൂലെ ഞാൻ താങ്കളെ മന്ത്രിക്കുകയാണ്. മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക്, താങ്കൾക്ക് ബാധിച്ച എല്ലാ പ്രയാസങ്ങളിൽ നിന്നും. മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിൻ്റെ കണ്ണേറിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഷർറുകളിൽ നിന്നും, എല്ലാവരുടെയും ഷർറുകളിൽ നിന്നും ഞാൻ നിനക്ക് മന്ത്രിക്കുകയാണ്. അല്ലാഹു യശ്ഫീക്, അള്ളാഹു നിങ്ങൾക്ക് ശമനം നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ മന്ത്രിക്കുകയാണ്. ജിബ്രീൽ പഠിപ്പിച്ച മന്ത്രമാണിത്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച റുഖിയ. അഥവാ ഇന്ന് ഇതിൻ്റെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾ പരത്തിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ തടവി പ്രാർത്ഥിക്കേണ്ടത്, ചൊല്ലേണ്ടത് ഈ നിലക്കാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ അറിയപ്പെട്ട മന്ത്രമെന്ന് പറയുന്നത്. അതല്ലാതെ രോഗിയെ ചങ്ങലയിൽ പിടിച്ചു കെട്ടി ആ രോഗിയെ പിശാചിറക്കാനെന്ന പേര് പറഞ്ഞിട്ട് വടികൊണ്ട് തല്ലാനും മർദ്ദിക്കാനും മാതാപിതാക്കളെ പുറത്താക്കി രോഗിക്ക് പല നിലക്കും പല രീതിയിലും അത് കടലാസുകൾ വെച്ചിട്ടും പല ഉപകരണങ്ങൾ വെച്ചിട്ടും രോഗിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ ബാങ്കിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുക. പനിക്ക് ഇന്ന ആയത്ത്, തലവേദനയ്ക്ക് ഇന്ന ആയത്ത്, ഷെയ്ത്താൻ കയറിയാൽ ഇന്ന ആയത്ത്, ഷെയ്ത്താൻ കുത്തിയാൽ ഇന്ന ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഖുർആൻ ശിഫയാണെന്ന് പറഞ്ഞ റസൂലുള്ള ഇന്ന സൂറത്തിൻ്റെ ഇന്ന ആയത്ത് ഇന്നതിനാണ് എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിത ലോകം എതിർത്ത വിഷയമാണത്. നമ്മുടെ നാടുകളിൽ പോലും തൗഹീദുള്ളവരിൽ പോലും ഇസ്ലാമിക മന്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങൾ പ്രിയപ്പെട്ടവരെ കയറ്റിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചികിത്സകൾ ഇസ്ലാമിലില്ല. ജിബ്രീൽ പ്രാർത്ഥിച്ച ഈ മന്ത്രം, ഈ പ്രാർത്ഥന, ഇതൊക്കെ തന്നെയാണ്, ഈ പ്രാർത്ഥനകൾ തന്നെയാണ് അതിൽ തടവേണ്ടതും ഊതേണ്ടതും ചൊല്ലേണ്ടതും. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിന് തീരെ ഇല്ലാതെയായിപ്പോയി, ഒരു വിഭാഗത്തിന് കൂടിപ്പോവുകയും ചെയ്തു. രണ്ടിൻ്റെയും മധ്യയാണ് ഇസ്ലാമിക നിലപാടുകൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഖുർആനും ഹദീസും വിശദീകരിക്കുന്നത്. ഇതാണ് മറ്റൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ രോഗിക്ക് വേണ്ടി നമ്മൾക്ക് ഖുൽ അഊദു ബിന്നാസ്, അതുപോലെ തന്നെ ഫലക്ക്, ഇഖ്ലാസ് സൂറത്ത്, ഇത് മൂന്നും ഓതിയിട്ട് നമ്മുടെ കയ്യിൽ ഊതിയിട്ട് രോഗിക്ക് വേണ്ടി തടവാം. എങ്ങനെ? ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിന് രോഗം വരുമ്പോൾ അവിടുന്ന് ഈ സൂറത്തുകൾ ഓതിയിട്ട് ശരീരത്തിൽ തടവുമായിരുന്നു. റസൂലുള്ളാഹിക്ക് രോഗം വരുമ്പോൾ സ്വയം തടവുമായിരുന്നു. എന്നാൽ അവസാന കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് രോഗം വന്നപ്പോൾ തടവാൻ കഴിയാതെയായി, പറയാൻ കഴിയാതെയായി. അപ്പോൾ ഞാൻ റസൂലുള്ളാഹിയുടെ കൈയിനടിയിലേക്ക് സൂറത്തുകൾ ഊതി എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊടുത്തു. റജാ ബർക്കത്തിഹ, ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടി. അഥവാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈയിൻ്റെ ബർക്കത്ത് എൻ്റെ കൈക്കില്ലല്ലോ, അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ തടവിയത്. ഇതുപോലെ നമ്മുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ ഈ സൂറത്തുകൾ ഓതിയിട്ട് നമുക്ക് തടവിക്കൊടുക്കാം. രോഗിക്ക് സ്വയം ചെയ്യാം, നമുക്ക് തടവിക്കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വ്യക്തിയെ പോയി കാണേണ്ട ആവശ്യമില്ല, ഒരു കേന്ദ്രം തുടങ്ങേണ്ട ആവശ്യമില്ല. ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയതുപോലെ ഏതെങ്കിലും പള്ളിമൂലയിലോ ഏതെങ്കിലും കേന്ദ്രത്തിലോ ഒരു റുഖിയ ശർഈ എന്ന പേര് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് തുടങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇസ്ലാമിൽ ചരിയുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ മന്ത്രിക്കാൻ വേണ്ടി ഒരു റൂമുണ്ടാക്കി ഇരിക്കലായിരുന്നില്ല പണി. സഹാബികൾ ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ രോഗം വരുമ്പോൾ ഞാൻ തടവിക്കൊടുക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഞാൻ പിടിക്കട്ടെ, അതാണ് എപ്പോഴും ചര്യ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ വരികയാണ്, ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട പ്രവാചകരെ, കുട്ടിക്ക് രോഗമാണ്, ഒന്ന് മന്ത്രിച്ചുതാ പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പെണ്ണെ നീ മന്ത്രിക്ക്, നീ പ്രാർത്ഥിക്ക്. ആ സമയത്ത് പെണ്ണ് ചോദിച്ച റസൂലെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല,
നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? ആ സമയത്ത് റസൂലുള്ള കൊടുത്തൊരു മറുപടിയുണ്ട്, അന്തി മുൽത്തർ, നീയാണ് കുടുങ്ങിപ്പോയവൾ, നീയാണ് പ്രയാസപ്പെട്ടവൾ. അമ്മ യുജീബുൽ മുൽത്തർ ഇദാ ദഅൻ. അള്ളാന്റെ പ്രത്യേകത, പ്രയാസപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ കൈനീട്ടുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന റബ്ബാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് രോഗി ആരാണോ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നത് ആ രോഗി തന്നെയാണ്. അതുകൊണ്ട് സ്വയം പ്രാർത്ഥിക്കുക, അടുത്ത ബന്ധുക്കൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനെയും കൊണ്ട് ഇങ്ങനെ നാട് നിങ്ങൾ നടക്കല്ലേ പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് ഒരു ഇസ്ലാം, ആ നിലക്കുള്ളൊരു ചികിത്സ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ തന്നെ രോഗി സ്വയം പ്രാർത്ഥിക്കേണ്ടതും ഞാനിപ്പോൾ പറഞ്ഞു. രോഗിക്ക് തന്നെ ഈ സൂറത്തുകൾ സ്വയം ഓതി കൈനടിയിലേക്ക് ഊതി സ്വയം മന്ത്രിക്കാവുന്നതാണ്. ഒപ്പം ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് പരാതി പറയുകയാണ്, റസൂലേ, ഇസ്ലാമിലേക്ക് ഞാൻ വന്ന സമയം തൊട്ട്, ഞാൻ മുസ്ലിമായ കാലം തൊട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു വേദനയാണ്. ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന സമയം മുതൽ ശരീരത്തിൽ മാരകമായ വേദനയാണ്, പ്രയാസമാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്മാൻ ലഅയദക അലല്ലദി യഅലമു മിൻ ജസദിക്. മറ്റൊരു റിപ്പോർട്ടിൽ തഅല്ലമു മിൻ ജസദിക് എന്ന് കാണാം. ഉസ്മാൻ, നിനക്കെവിടെയാണോ വേദന വരുന്നത് ആ വേദന വരുന്ന ഭാഗത്ത് നിന്റെ കൈവെക്കുക. ഏത് രോഗിയാണെങ്കിലും, നമ്മളാണെങ്കിൽ എവിടെയാണോ വേദന ആ വേദന വരുന്ന ഭാഗത്ത് നിന്റെ കൈവെക്കുക. എന്നിട്ട് വഖുൽ ബിസ്മില്ലാഹി സലാസ, 3 തവണ ബിസ്മില്ല എന്ന് പറയുക. വഖുൽ സബ്അ മറാത്ത്, 7 തവണ നീ പ്രാർത്ഥിക്കുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. മറ്റൊരു റിപ്പോർട്ടിൽ അഊദു ബില്ലാഹി വഖുദ്റതിഹി എന്നുകൂടിയുണ്ട്. ഒന്നുകിൽ അഊദു ബിഇസ്സത്തില്ലാ എന്ന് ചേർത്തിട്ടും അത് ചേർക്കാതെയും അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് ഞാൻ രക്ഷ തേടുകയാണ്. എന്തിനെ തൊട്ട്? ഒരു ഷർറിനെ തൊട്ട്, ഞാൻ കാണുന്ന അനുഭവിക്കുന്ന ഈ പ്രയാസത്തെ തൊട്ട് അള്ളാഹിനോട് ഞാൻ രക്ഷ തേടുകയാണ് എന്ന് 7 തവണ. 3 തവണ ബിസ്മില്ല ബിസ്മില്ല ബിസ്മില്ല, പിന്നീട് 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് രോഗിക്ക് സ്വയം പ്രാർത്ഥിക്കാം. സഹാബിക്ക് രോഗം വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തടവിക്കൊടുത്ത് പ്രാർത്ഥിക്കുകയല്ല. ആർക്കാണോ രോഗം ആ രോഗിയോട് പറയുന്നു, നീ കൈവെക്ക് നിന്റെ ശരീരത്തിൽ, അതിനേക്കാൾ ബർക്കത്തുള്ള കൈയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ. എന്നിട്ട് പോലും രോഗിയോട് പറയുന്നു, നിന്റെ അല്ലേ വേദന, നിനക്കല്ലേ പ്രയാസം, നിന്റെ വേദന വരുന്ന ഭാഗത്ത് നിന്റെ കൈവെക്കുക. 3 തവണ ബിസ്മില്ല പറഞ്ഞിട്ട് 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണ പ്രാർത്ഥിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇങ്ങനെ രോഗി സ്വയം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു ദുആ കൂടി വിട്ടുപോയിട്ടുണ്ട്. രോഗിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ശ്രേഷ്ഠമായ മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മൻ ആദ മരീള, ഒരു രോഗിയെ ആരെങ്കിലും കാണാൻ പോയാൽ, സന്ദർശിക്കാൻ പോയാൽ, ലം യഹ്ളുർ അജലു, ആ രോഗിയുടെ അവധി എത്തിയിട്ടില്ല, ആ സമയത്ത് മരണം വിധിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഫഖാല ഇൻദഹു സബ്അ മറാത്ത്, ആ കാണാൻ പോകുന്ന, സന്ദർശിക്കാൻ പോകുന്ന വ്യക്തി 7 തവണ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന് 7 തവണ ദുആ ചെയ്താൽ ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മറൽ, ആ രോഗിക്ക് അല്ലാഹ് ആഫിയത്ത് കൊടുക്കാതിരിക്കില്ല, ശമനം നൽകാതിരിക്കില്ല, കഴിവ് നൽകാതിരിക്കില്ല. ഇതാണ് പറയുന്നത്. ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു, രോഗിയുടെ അവധി എത്തിയിട്ടില്ല, അങ്ങനത്തെ രോഗിയാണ്. അവധിയെത്തിയാൽ, അദ്ദേഹത്തിന് അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിങ്കിലേക്ക് യാത്രയാകും. എന്നാൽ ആ നിലക്കെത്താത്ത രോഗിയാണെങ്കിൽ ആ രോഗിയുടെ സമീപത്ത് പോയിട്ട് ഒരു മുസ്ലിം ദുആ ചെയ്യുകയാണ്, അസ്അലുല്ലാഹൽ അലീം, മഹാനായ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു, റബ്ബൽ അർശിൽ അലീം, അത്യുന്നതമായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനോട്, ഐ യശ്ഫിയക, നിനക്ക് ശമനം നൽകാൻ. 7 തവണ ഇത് ദുആ ചെയ്താൽ അള്ളാഹ് അയാൾക്ക് ആഫിയത്ത് നൽകാതിരിക്കില്ല എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ, രോഗിക്ക് വേണ്ടി ചെല്ലേണ്ട, രോഗി സ്വയം ചെല്ലേണ്ട പ്രാർത്ഥനകൾ, ഇതൊക്കെ
ഈ കേൾപ്പിച്ച പ്രാർത്ഥനകൾ എത്ര ആളുകൾക്കറിയാമെന്ന് പ്രിയപ്പെട്ടവരെ സ്വയം വിലയിരുത്തുക. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ പഠിക്കണം. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ എന്ന നിലക്ക് മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്നുള്ളൊരു പുസ്തകം, അതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ ലഭിക്കും, ഇംഗ്ലീഷിലുള്ളത് കിട്ടും, ഒക്കെ ലഭിക്കും, ഫ്രീ ആയി ലഭിക്കും, പലരുടെയും കൈകളിലുണ്ട്. ഒന്ന് മറിച്ചു നോക്കുക. രോഗസന്ദർശനത്തിൻ്റെ പ്രാർത്ഥന എവിടെ? രോഗി സ്വയം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എവിടെ? ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? എനിക്കെത്ര വയസ്സായി? എനിക്കെത്ര കാലമായി ഞാൻ ജീവിക്കുന്നു? എന്തുകൊണ്ട് ഈ ചികിത്സാ രീതികൾ ഞാൻ സമീപിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുന്നില്ല? അള്ളാൻ്റെ തൗഫീക്ക് എനിക്ക് വേണ്ടേ? എത്രയോ രോഗികളെ കാണാൻ പോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കൈപിടിച്ച് സലാം പറഞ്ഞ് തിരിച്ചു പോരുകയല്ലാതെ. സ്വന്തം ഉമ്മക്കും ഉപ്പക്ക് പോലും രോഗം വന്നിട്ട് ഉമ്മക്കും ഉപ്പക്കും വേണ്ടി ദുആ ചെയ്യാൻ കഴിയാത്ത മക്കളായി പ്രിയപ്പെട്ടവരെ മാറരുത്. നമ്മുടെ മക്കളെ പഠിപ്പിക്ക്. നമുക്ക് രോഗം വന്നാൽ അവർ പ്രാർത്ഥിക്കട്ടെ, പൊന്നുപ്പക്ക് വേണ്ടി, പൊന്നുമ്മക്ക് വേണ്ടി. ഇതൊക്കെയല്ലേ മക്കളെ പഠിപ്പിക്കേണ്ടത്? പലതും കാണുന്നു അവർ. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ടാബുകളിൽ കാർട്ടൂണുകൾ പലതും കാണുന്നു, ഗെയിമുകൾ. എന്തുകൊണ്ട്? എനിക്കൊരു പ്രയാസം വന്നാൽ എനിക്ക് വേണ്ടി ചെയ്യേണ്ട ദുആ ഈ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. മാറണം, നമ്മൾ മാറ്റണം. പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായൊരു രാത്രിയിലാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. ഇതൊരു വസിയ്യത്താണ്. ഇത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറി തന്നു. നാളെ പടച്ചറപ്പിൻ്റെ കോടതിയിൽ വെച്ച് ഇത് എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറയാനുള്ളൊരു ഉദ്ർ നിങ്ങൾക്കില്ല. അൽ ഖബറിലെ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരികളെ, ഞാനിത് കേൾപ്പിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അറിയാത്തവർക്ക് ഈ പ്രോഗ്രാം റെക്കോർഡാണ്. നിങ്ങൾക്കിത് കണ്ടുപഠിക്കാം, അത് കേട്ടുപഠിക്കാം, എഴുതിപ്പഠിക്കാം. എല്ലാത്തിലും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനകൾ ചോദിച്ചെങ്കിലും നിങ്ങൾ അത് പഠിക്കണം, നോക്കിയിട്ടെങ്കിലും ചൊല്ലണം. അങ്ങനെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനകളുമായി ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തികളായി പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നാം മാറേണ്ടതുണ്ട്. ഒപ്പം രോഗം വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുക, ഇതെനിക്ക് അള്ള നൽകുന്ന ഒരു ടെസ്റ്റ് ഡോസാണ്. അള്ള പറയാണ്, മനുഷ്യ നിൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. ഒരു പനിക്ക് നീ ഇല്ല. ഒരു പനി വന്നപ്പോഴത്തേക്ക്, ഒരു പല്ലുവേദന വരുമ്പോഴത്തേക്ക് നീ ബെഡിൽ വീണു. ഒരു തലവേദന വരുമ്പോൾ നിന്റെ കഴിഞ്ഞു. ഇത്രയാ മനുഷ്യ നിനക്ക് കഴിവുള്ളൂ. ഖുലിഖൽ ഇൻസാന ദഈഫ, ദുർബലനായിട്ട മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു ചിതളിൻ്റെ സ്ഥാനം പോലും ചിലപ്പോഴൊന്നുമില്ല. ഒരു പനി വന്നാൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവർ, അല്ലേ? ഇതാണ് നമ്മുടെ കഴിവ്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, അഹങ്കരിക്കല്ല മനുഷ്യ. ഇത്തിരി പണം വരുമ്പോഴത്തേക്ക്, ഇത്തിരി അധികാരം വരുമ്പോഴത്തേക്ക്, സുഖം കൂടുമ്പോഴത്തേക്ക് അള്ളാഹിനെ കാണാത്തവനെ പോലെ നടക്കല്ലേ. എനിക്ക് ഞാൻ തന്നെ മതി എന്ന തോന്നലാണ് മനുഷ്യന്, അല്ലേ? നിന്റെ പണം നീ ഒന്നും അറിഞ്ഞു വീണാൽ ഈ പണം നിനക്കൊരു ഉപകാരം ഉണ്ടാകില്ല, ഒരു ഉപകാരം ഉണ്ടാകില്ല. അതുവരെ മാത്രമേ ഈ പണം കൊണ്ടുള്ള ഉപകാരമുള്ളൂ. അള്ളാഹിനോട് ദുആ ചെയ്യ്. രോഗം വരുന്നതിന് മുമ്പ് അള്ളാഹുവേ രോഗം വരുത്തരുതേ എന്ന് ദുആ ചെയ്യ്. അങ്ങനെ പ്രാർത്ഥിക്കും നമ്മൾ. ആ നിലക്ക് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാക്കുമാറാകട്ടെ. സർവ്വ മുസ്ലിമീങ്ങളെയും കാക്കുമാറാകട്ടെ. അള്ളാഹുവെ, പ്രയാസങ്ങളെ കൂടാതെ ജീവിക്കാനും അങ്ങനെ തന്നെ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഈമാനോടുകൂടി ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.